വേണ്ട ചെറുപയറിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല വറുത്തത് കൊണ്ട്. ആ ഹലോ, എല്ലാവർക്കും ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കുഞ്ഞു മക്കൾക്കായാലും നമ്മൾക്കായാലും ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് അധികം വലിച്ചുനീട്ടിയൊന്നും പോകണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ചെറുപയർ കൊണ്ടുള്ള ഒരു ലഡു ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് റെസിപ്പി കിട്ടിയെന്ന് വെച്ചാൽ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് ചെന്നു. അപ്പോൾ അമ്മൂസ് കടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഉണ്ണിയപ്പമാണെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു അവൾ ഉണ്ണിയപ്പം കഴിക്കാത്തതാണല്ലോ, പിന്നെ ഇവൾ എന്താണ് ഇങ്ങനെ കഴിക്കണത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഉണ്ണിയപ്പമല്ല, ചെറുപയർ കൊണ്ട് അവരുണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ചെറുപയർ കൊണ്ടുള്ളൊരു ഉണ്ട കാണുന്നത്. അപ്പോൾ ഞാൻ അവരോട് റെസിപ്പി ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു തന്നൊരു കുഞ്ഞു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ട്. അതായത് എനിക്ക് വലിയ രീതിയിലുള്ള പാചകത്തിൻ്റെ വലിയതൊന്നും അറിയില്ല. അപ്പോൾ എനിക്കൊരു റെസിപ്പി കിട്ടിയപ്പോൾ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കുറച്ച് നേരമായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്, സക്സസ് ആവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ചെറിയ ഒരു അരിപ്പ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത്രയും ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളുടെ പാചകത്തിലേക്ക് കിടക്കാം. നമ്മുടെ കുഞ്ഞി ചട്ടിയാണ്, അത് തീ ഓണാക്കി വെച്ചിട്ട് നമുക്കിനി ചെറുപയർ വറുത്തെടുക്കാം. അപ്പോൾ ചെറുപയർ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പുറത്ത് നമ്മൾക്ക് വേണ്ട ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചതായിട്ട് കൈ കൊള്ളും. അവിടെ ഇരിക്കും. ഇത് നമ്മൾ ശർക്കര ഉരുക്കിയതാണ്. ശർക്കര അധികം നൂൽപ്പരുവൊന്നും വേണ്ട, ജസ്റ്റ് അതൊന്ന് ഉരുകി വരുന്ന ആ ഒരു പരുവം കേട്ടോ. പിന്നെ നമുക്ക് ചെറുപയറിനങ്ങ് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുകയാണ്. അപ്പോൾ അതിൽ ചെറിയൊരു നനവൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ അങ്ങ് പൊയ്ക്കോളും. നമ്മൾ ശരിക്കും ചെറുപയർ കഴുകി എടുക്കണം, തുടച്ചൊന്നും എടുക്കരുത് കേട്ടോ. കഴുകി കഴിയുമ്പോൾ അതിൽ അഴുക്ക് മണുക്കളൊക്കെ അങ്ങ് പോകും. പിന്നെ നന്നായിട്ട് വറുത്തെടുത്ത് ഒരു നമ്മളുടെ മല്ലിയുടെയൊക്കെ കളറാകുമല്ലോ, ആ ഒരു കളറ് വരെ നമ്മൾ ഇളക്കിയെടുക്കുക. ഇതേ പരുവാക്കി എടുക്കണം കേട്ടോ. നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കുക. അധികം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ തന്നെ മാറിപ്പോകും. എന്നിട്ട് നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ പൊടിച്ചെടുക്കാം. കാരണം നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുക്കുമ്പോൾ ചൂടോടുകൂടിയല്ലേ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ക്രഷായിട്ട് അങ്ങ് കിട്ടിക്കോളുമല്ലോ. ചെറിയ ഒരു കടിച്ച് കിട്ടാൻ പറ്റുന്ന ഒരു പരുവത്തിൽ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓരോ തരികളുള്ള രീതിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ കാലിയായ ചട്ടിയിൽ തന്നെ നമുക്കിനി ഒരു പകുതി മുറി തേങ്ങ മിക്സിയിലിട്ട് പയ്യെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കൊത്തി എടുത്തിട്ട് മിക്സിയിലിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ. ആ സമയത്ത് ഞാൻ കുറച്ച് 2-3 ഏലക്കയും കൂടി ചേർത്തിട്ടാണ് ചതച്ചെടുത്തത്. അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ സമയത്ത് 2-3 പിഞ്ച് ഏലക്കാപ്പൊടിയും കൂടി ഈ സമയത്ത് ചേർക്കാം കേട്ടോ. അതിന് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നമ്മളുടെ ഈ തേങ്ങേനെ ഒന്ന് പയ്യെ ഒന്ന് ചട്ടിയിലിട്ട് വരട്ടിയെടുക്കാം. കാരണം തേങ്ങയുടെ ആ ഒരു പച്ചപ്പ് ഒന്ന് മാറിക്കിട്ടാം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇപ്പോൾ നമുക്കുള്ളത്. പയ്യെ ഒന്ന് ചട്ടിയിലിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണ്ട, പയ്യെ ഒന്ന് ആ വെള്ളം അങ്ങ് മാറിയതിന് ശേഷം നമ്മളിപ്പോൾ അരിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മളുടെ ശർക്കരയും കൂടി ആ സമയത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് ശർക്കര നീരായി പോകരുത്. നമ്മളുടെ പയർ പൊടിക്ക് കറക്റ്റ് അളവിനായിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ശർക്കര നീരൊഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പയറുപൊടി ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാം കറക്റ്റാണോ പാകത്തിനല്ല എന്നാണെങ്കിൽ കുറച്ച് ശർക്കര നീരും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളുടെ പയറുപൊടിയും കൂടി ഇടുകയാണ്. ഒത്തിരി അങ്ങ് ഫൈനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ആ ചെറിയ ഒരു രീതിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ പയറിനെ പയ്യെ ഒന്ന് പൊടിച്ചെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പയറുപൊടിയും കൂടി അതിലോട്ട് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ ഈ പയറും തേങ്ങയും ശർക്കരയും ഏലക്കയും നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. ചൂടോടുകൂടി തന്നെ നമുക്ക് ഉണ്ട പിടിക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ കാഷ്യൂ നട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ മാത്രമാണ് ചേർക്കുന്നത്. അതിനിടയിൽ നമുക്കൊന്ന് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് കറണ്ട് വന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ച കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഒരു കറക്റ്റ് നമ്മൾ ഒഴിച്ച ശർക്കര നീരും കറക്റ്റാണ്. തീ നല്ല രീതിയിൽ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ആ ശർക്കരയും കൂടി അതിൽ നന്നായിട്ട് പിടിച്ച് ഒരു നമ്മുടെ ഉണ്ട പിടിയുമ്പോൾ അതിനൊരു കട്ടി ഉണ്ടാവും. അല്ലാത്ത പക്ഷം ശർക്കര നീര് സെപ്പറേറ്റ് ആയിട്ടിരിക്കും. കറക്റ്റ് ഒരു ഉണ്ട പരുവായി കിട്ടില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ശർക്കര ആയതുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പയ്യെ ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ ഒന്ന് ഉണ്ട പിടിക്കുകയാണ്. ലഡുവിൻ്റെയൊക്കെ അളവിൽ എന്തോരം ഉണ്ടാവും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ടൈറ്റായിട്ട് ഉണ്ട പിടിങ്ങി അങ്ങ് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചട്ടി തന്നെയാണ് ഇപ്പോൾ വെക്കുന്നത്. എല്ലാം കറക്റ്റ് ഷേപ്പിലായിട്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട്. ചെറുപയർ ഉണ്ട ലഡു ഉണ്ടായി കഴിഞ്ഞിട്ടോ. ഒരു 9 എണ്ണം ഉണ്ടായിരുന്നു. 10 എണ്ണം ഉണ്ടായിരുന്നു. ഓ അമ്മൂസ കഴിക്കാണ്ട്. അമ്മൂസ കഴിച്ചോ? താങ്ക് യു. അമ്മൂസ ഒരെണ്ണോട് എനിക്കും തന്ന്. അമ്മൂസ ഒരെണ്ണമൊക്കെ അച്ഛനും കൊണ്ട് കഴിച്ചോ? കൊള്ളാമോ? അപ്പോൾ നമ്മൾ വൈകുന്നേരം വിളക്കൊക്കെ വെച്ച് ഇതാ സന്ധ്യ ആയിട്ടോ ഏകദേശം. അപ്പോഴാണ് നമ്മൾ ചായ കുടിക്കുന്നത്. ഇതാണ് നമ്മുടെ ചെറുപയർ ലഡു. ടേസ്റ്റ് ഉണ്ടോ അമ്മൂസേ? ഇഷ്ടമായാ? അമ്മൂസിന് ഇഷ്ടമായിട്ടാ. അമ്മൂസിങ്ങ് വന്ന് പറ സൂപ്പറെന്ന്. സൂപ്പറാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള നല്ല ലഡുവാണ് കേട്ടോ. ചെറുപയറിൻ്റെ ആ ഒരു ഫ്ലേവറേ ഉണ്ടാവില്ല വറുത്തത് കൊണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപയർ ലഡുവൊക്കെ കഴിച്ചു. ഞങ്ങളിതാ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചങ്ങ് ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ കേട്ടോ. ബൈ.